ധൈര്യമാണ് ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലോട്ട് ഞാൻ ഇവരെല്ലാം ഈ നിമിഷത്തിൽ ഓർമ്മിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ നിങ്ങളിൽ എല്ലാവരും തന്നെ ഒരുപക്ഷെ എൻ്റെ കൂടെ കളിച്ചു വളർന്നിട്ടുള്ള, എന്നോടൊപ്പം എൻ്റെ വിദ്യാലയ സുഹൃത്ത് ബന്ധം പങ്കുവച്ചിട്ടുള്ള ആരുടെയെങ്കിലും കൊച്ചുമക്കളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ രീതിയിൽ ഞാൻ നിങ്ങളെ കാണുന്നു. നിങ്ങളെല്ലാം എൻ്റെ കൊച്ചുമക്കളെ പോലെ തന്നെയാണ്. എനിക്ക് 2 കൊച്ചുമക്കളാണ്. അവർക്ക് ഒരാളിന് 5 വയസ്സും ഒരാളിന് 3.5 വയസ്സുമാണ്. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പറയുമ്പോൾ കൂടി വന്ന 13-14 വയസ്സ് മുതൽ ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ എൻ്റെ കൊച്ചുമക്കളുടെ പ്രായത്തിലുള്ളവരാണ്. നിങ്ങളെല്ലാം എൻ്റെ കൊച്ചുമക്കളായി തന്നെ കാണുന്നു. അപ്പോൾ എൻ്റെ കൊച്ചുമക്കളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമായി ഞാൻ കാണുന്നു. അതിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും എന്നെ നേരിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ലീഡ് ചെയ്യുന്ന അമ്പലപ്പുഴ കുടുംബവേദി എന്ന സംഘടനയോ നിങ്ങളെ ശാരീരികമായും വിദ്യാഭ്യാസപരമായും ബാധിക്കുന്ന ഏത് കാര്യങ്ങൾക്കും അപ്രോച്ച് ചെയ്യാം. ആ ഒരു പ്രത്യേകമായ പരിഗണന നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങളാണ്. ഞാൻ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വിദ്യാലയത്തിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിന്റെ സ്വാദം നോക്കുന്നത്. എന്റെ വിദ്യാഭ്യാസ ജീവിതം ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഒരു 20 വയസ്സിന് മുമ്പുള്ള കാലഘട്ടങ്ങളാണ്. ഒരു 19 വയസ്സ് ആയപ്പോൾ ഞാൻ എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കാർമൽ പോളിടെക്നിക്കിലെ വെള്ളമാണ് അവസാനമായി ഞാൻ കുടിച്ചിട്ട് രാജ്യത്ത്. ബാക്കിയൊക്കെ എന്റെ വീട്ടിലും എന്റെ ബന്ധുക്കളുടെ വീട്ടിലും എന്റെ നാട്ടിലൊക്കെ ഉള്ള അന്നൊന്നും പൈപ്പ് ലൈനുകളൊന്നുമില്ല. കുളത്തിലെയും കിണറ്റിലേക്ക് വെള്ളം കുടിച്ചാണ് ഞങ്ങളൊക്കെ വളർന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഇന്നിവിടെ നിന്ന് ആലോചിച്ചത്, ഞാൻ കാക്കാഴി സ്കൂളിലാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പൊ ഞാൻ അവിടെ ഞങ്ങളുടെ സ്കൂളിനോട് ചേർന്ന എൻ്റെ അമ്മയുടെ കസിനായ കൊട്ടാരത്തിൽ ചന്ദ്രശേഖരൻ ചേട്ടന്റെ വീട്ടിലെ വെള്ളമാണ് ഞാൻ കുടിച്ചത്. അവിടുത്തെ കിണറ്റിലെ വെള്ളമാണ് ഞാൻ. അപ്പൊ ഞങ്ങള് ഈ ഒരു ബ്രേക്കുള്ള സമയത്ത് ഓടി പോകുന്നത് കൊട്ടാരം എന്നാണ് വീടിന്റെ പേര്. കൊട്ടാരത്തിലെ ചന്ദ്രചേട്ടന്റെ മോനാണ് ഉണ്ണി. അതിലൂടെ കണ്ടുണ്ട് എന്റെ മുമ്പിൽ അതേപോലെ. അപ്പൊ ഇനി ഇതവന് വഴി വാട്സാപ്പ് വഴിയിലൊക്കെ കൊടുത്തിട്ട് അവൻ അതിന്റെ മാക്സിമം ക്രെഡിറ്റ് കൊടുക്കും. എനിക്കറിയാം. അപ്പോ അവന്റെ വീട്ടിലെ വെള്ളമായിരുന്നു ഞങ്ങളുടെയൊക്കെ രക്തത്തിൽ കൂടെ ഒരു 10-14 വയസ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചൊരു ആറോ പ്ലാൻ. അപ്പൊ ആ ആറോ പ്ലാന്റിന്റെ വെള്ളമാണ് കൊട്ടാരം ഉണ്ണിയുടെ അച്ഛന്റെ അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിലെ വീട്ടിലെ കിണറ്റിലെ വെള്ളമാണ്. അത് ആറോ പ്ലാന്റിൽ കൂടി ഞങ്ങളുടെ ശരീരത്തിൽ വന്നാൽ ഈ ആറോ പ്ലാന്റിലും ഇല്ല. നിങ്ങൾക്കറിയാം ആറോ പ്ലാൻ എന്താണ്? ഈ ആറോ പ്ലാൻ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. എന്താണ് പറയുന്നത്? എന്താണ്? അല്ല, എങ്ങനെയാണ് ഉണ്ടാവണം? 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആരാണ്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആരാണ്? കൊണ്ടേരി എഴുന്നേക്കത്തില്ല അല്ലേ? എന്താണ് പറയുക ആറോ പ്ലാൻ എന്ന് പറഞ്ഞത്? എന്താണ് അതിന്റെ സിദ്ധാന്തം? എന്താണ് ആർ, എന്താണ് ഓ? അതാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്നാണ് മനസ്സിലായില്ലേ? വിവിധ സാന്ദ്രതകളുള്ള ഒരു ലിക്വിഡിനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് വേർതിരിച്ചാൽ സാന്ദ്രത കൂടിയത് സാന്ദ്രത കുറഞ്ഞത് വേഗത്തിലോട്ടും, സാന്ദ്രത കുറഞ്ഞത് സാന്ദ്രത കൂടിയത് സാവധാനവും കടക്കും, പ്രവേശിക്കും, എന്നിട്ട് മിക്സ് ആകും എന്നുള്ള പുസ്തകത്തിലാണ് ആറോ എന്ന് നമ്മൾ പറയുന്നത്. റിവേഴ്സ് ഓസ്മോസിസ്, അതാണ് അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഘടകം. ഇവിടെ നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഈ സിസ്റ്റത്തിന് ആറോ എഫക്ട് എന്തുമാത്രം ഉണ്ടെന്നതിനെ കുറിച്ച് ടെക്നിക്കലായിട്ട് ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല. ഇത് സാധാരണ സ്കൂളുകളിൽ ഇതുപോലുള്ള സംവിധാനങ്ങളിലൊക്കെ നമ്മുടെ വെള്ളം ഫിൽറ്റർ ചെയ്ത് നമ്മളിവിടെ എത്തിക്കാൻ വേണ്ടിയാണ്. അതാണ് ഞാൻ ഇന്നോടെ സംസാരിച്ചത്. ഇതിന്റെ pH കണ്ടന്റ് അല്ലെങ്കിൽ TDS കണ്ടന്റ് ഒക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്താണ് ഇവിടെ നോക്കി. അപ്പം എല്ലാം ചെക്ക് ചെയ്താണ്. ഇത് പോർട്ടബിൾ ആണ്. ഇത് കുടിക്കാൻ പറ്റുന്ന വെള്ളം, ആരോഗ്യത്തിന് പറ്റുന്ന രീതിയിലുള്ള അതിന്റെ വാട്ടർ മിനറൽസ് എല്ലാം അതിനകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഇനി ഈ വെള്ളം കുടിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് നാം എല്ലാം വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് എൻ്റെ ശരീരത്തിൽ എന്താണ് പ്രവർത്തനം ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് നോക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചത്. ആ വെള്ളം കുടിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ എൻ്റെ പരമായ വിശ്വാസം നിങ്ങൾ ഈ വെള്ളം കുടിക്കുമ്പോൾ
നിങ്ങളുടെ വെള്ളം കൂടി പ്രശ്നം ഇവിടെ തീരുമെന്നുള്ളതാണ്. പക്ഷെ അത് മാത്രം പോരാ, ഈ വെള്ളത്തിന്റെ ക്വാളിറ്റി അടിക്കടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ്. കാര്യം ഏതാണോ ഗാർബേജ് ആവും. അപ്പോൾ ഏത് വെള്ളമാണോ അതിനകത്ത് നമ്മൾ ഫീഡ് ചെയ്യുന്നത്, ആ വെള്ളത്തിന്റെ ഇൻകമിംഗ് TDS ആൻഡ് ഔട്ട്കമിംഗ് TDS. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ അത് വലിയൊരു ദോഷമുണ്ട്. ആ ഇരിക്കുന്ന ഫിൽറ്ററിന്റെ പ്രോപ്പർ ക്ലീനിങ്, അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ ഇന്ന് വളരെ അനിവാര്യമാണ്. അത് വളരെ അത്യാവശ്യമാണ്. അപ്പം അതുകൂടെ നമ്മൾ ഇതിന്റെ ഭാരവാഹികൾ, ഈ സ്കൂൾ നടത്തുന്ന പ്രിൻസിപ്പളും ടീച്ചേഴ്സും മറ്റ് PTA ഗ്രൂപ്പുകളുമൊക്കെ ഈ വെള്ളത്തിന്റെ ക്വാളിറ്റി നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് ഞാൻ നിങ്ങളോട് എന്റെ അറിവിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. മാത്രം കാര്യമില്ല. എന്റെ ചേഞ്ച് ഓഫ് ഫിൽറ്റർ, ആ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനകത്തുണ്ട്. അല്ലെങ്കിൽ ഈ ഫിൽറ്ററിനകത്ത് ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം കൂടെ അടിഞ്ഞിട്ട് അത് വെള്ളം ട്രാൻസ്ഫർ ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കും, അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ പ്യൂരിറ്റി കുറയ്ക്കും. അപ്പൊ അതിനെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഗുരുഭൂതന്മാരോട്, ഞാൻ PTA-കാരോട് ഞാൻ പറയുകയാണ്, ഫ്രീക്വൻ്റ് ഇത് ചെക്ക് ചെയ്യണം. ഒരു പീരിയോഡിക് മെയിൻ്റനൻസ് അതിന് ആവശ്യമുണ്ട്. അതിന്റെ സപ്ലൈറെ വിളിക്കണം. അതിനൊക്കെ ഒരു സാമ്പത്തികമായ സഹായം നിങ്ങൾക്ക് വേണ്ടി വന്നാൽ എപ്പോഴും കുടുംബം നിങ്ങളുടെ ഉണ്ടാകും. അതിന് സംശയമൊന്നും വേണ്ട. അതിനൊരു മെയിൻ്റനൻസ് കോൺട്രാക്ട് ഉണ്ടാകും. ചിലപ്പോൾ ഒരു വർഷത്തെ കാര്യം. ആ മെയിൻ്റനൻസ് കോൺട്രാക്ട് കഴിഞ്ഞാൽ അത് മാറ്റി വെക്കേണ്ടതാണ് മാറ്റി വെക്കണം. അതല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണമെന്ന് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളെ കണ്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാൻ. നിങ്ങൾക്ക് എൻ്റെ കൊച്ചുമക്കളെ പോലുള്ള കുട്ടികളാണ്. ഞാനിവിടെ വന്ന് നിങ്ങളോടൊന്നും പറയാൻ വേണ്ടി കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്